മാഷെ, ഇപ്പോൾ ട്രംപാണ് ചർച്ചാ വിഷയം. ട്രംപ് നടത്തിയിട്ടുള്ള പുതിയ നീക്കം, അതായത് ഒരുപാട് അനധികൃത കുടിയേറ്റക്കാരെ പുറത്തേക്ക് വിടുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ കുറേ ആളുകളെ, അനധികൃതമായി അവിടെ കയറിയിട്ടുള്ള കുറേ ആളുകളെ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് അവരെ പുറത്താക്കുന്നതിലല്ല പ്രശ്നം, അവരെ ഈ ബന്ധിച്ച് കൊണ്ടുവരുന്നതിലാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. പക്ഷെ മറുഭാഗത്ത് പറയുന്നത് അത് അവരുടെ അമേരിക്കയുടെ ഒരു നയമാണ്. അമേരിക്കയ്ക്കൊരു സുരക്ഷാ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച്, ആ പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ ഇത്തരം ആളുകളെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ ഏത് ഭാഗത്താണ് മാഷ് നിൽക്കുന്നത്? അല്ല, അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏത് കാര്യത്തിനായിട്ടുള്ള ആളുകൾ നുഴഞ്ഞു കയറിയാലും നമുക്ക് അവരെ വെച്ച് വെറുപ്പിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമാതിരി ഒരു ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് പല കമൻറ്റുകളും വന്നതിൽ തന്നെ ഇങ്ങനെ ചോദിച്ചിരുന്നു, അവരെ പുറത്താക്കണം. അനധികൃതമായിട്ട് കുടിയേറിയ ആരെയും പുറത്താക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കുടിയേറുന്ന പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തു നിന്ന് ഒരാൾ കുടിയേറുന്നത്. ഇങ്ങനെ നമ്മൾ അനുവദിച്ചിട്ട് നമുക്ക് അവർക്ക് വ്യക്തമായിട്ട് നിയമവിധേയമായിട്ടുള്ള രീതിയിൽ കുടിയേറുന്നതിന് മൈഗ്രേഷനുള്ള സൗകര്യം ലോകത്തെല്ലായിടത്തും ഉണ്ട്. അതങ്ങനെ ആവാം. അതല്ലാതെ കുടിയേറുന്നതായിട്ടുള്ള ആളുകളെ രാജ്യത്ത് വെച്ചിരിക്കേണ്ട കാര്യമില്ല. അവരെ പറഞ്ഞു വിടുക അല്ലെങ്കിൽ ജയിലിലടക്കുക. ഈ രണ്ട് സമീപനം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ പ്രായോഗിക ജീവിതത്തിൽ, പ്രായോഗിക രാഷ്ട്രതന്ത്രത്തിൽ ഒരു ഭരണാധികാരിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ട്രംപിൻ്റെ ആ നിലപാടിനെ നമ്മൾ എതിർക്കുന്നതിൽ കഥയില്ല. അതുകൊണ്ട് പുറത്താക്കണം. പക്ഷെ അവരെ പുറത്താക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രൊസീജിയർ, ആ പ്രൊസീജിയറിൽ അവരെ ഇന്നലെ വരെയും അവർ അമേരിക്കയിലെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചു പോന്നിരുന്നവരാണ്. അവർ അനധികൃതരാണ് എന്നുള്ളത് കണ്ടെത്തിയതും ഇപ്പോഴും അല്ല, നേരത്തെ തന്നെയാണ്. പക്ഷെ അവരെ പുറത്താക്കുന്ന ഒരു സമീപനം നേരത്തെ ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ അങ്ങനെ പുറത്താക്കുന്ന ഒരു സമീപനമൊന്നും അവർ പുറത്തേക്ക് വരട്ടെ. പക്ഷെ അവർ കൈവിലങ്ങ് വെച്ച് വിമാനത്തിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഡംപ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഇന്ത്യക്ക് എതിർക്കാവുന്നൊരു കാര്യമാണ്. ഇത് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല, പാർലമെൻറ്റ് ഇത് രാഷ്ട്രീയമാണ്. BJP അങ്ങനെ കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ലെന്ന് പറയുന്നു, കോൺഗ്രസ് ആണെന്ന് പറയുന്നതിനിടയിൽ അതിനെ എതിർക്കുന്നു അതിശക്തമായി. അതൊരു രാഷ്ട്രീയമാണ്, നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല. നമ്മൾ ഇന്ത്യക്കാരനെന്ന നിലക്ക് നമ്മളെങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത്. ഈ പുറത്താക്കപ്പെടുന്ന ആളുകൾ തീവ്രവാദികളിലുണ്ടാകാം. അതിനകത്ത് അവരെ കൈവിലങ്ങ് വെക്കുക, തൂക്കിക്കൊല്ലുക, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമുക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം തീവ്രവാദികളെ ന്യായീകരിച്ചുകൊണ്ട് സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റില്ല. മതം ഏതായാലും മതത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും അല്ല, ഇത് മതത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല. പക്ഷേ പറഞ്ഞു വരുമ്പോൾ അത് മുസ്ലിം തീവ്രവാദി എന്ന് പറയുമ്പോൾ അത് മതപ്രശ്നമായി മാറി. സിഖ് തീവ്രവാദി എന്ന് പറയുമ്പോഴും അത് മതപ്രദർശനമായിട്ട് മാറും. അതാണ് രണ്ടെണ്ണം നമ്മൾ സാധാരണ ഇപ്പോൾ അമേരിക്കയുടെയൊക്കെ ഒരു വിഷയത്തിലാണല്ലോ നിൽക്കുന്നത്. ഹിന്ദു തീവ്രവാദി എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നില്ല തൽക്കാലം, അതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ അവരും അങ്ങനെ വന്നാൽ അവരെയും ഇതുപോലെ തന്നെ ഒരു സർക്കാർ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് അങ്ങനെ ഡീൽ ചെയ്യാൻ പാടുള്ളൂ. അത് കഴിച്ചങ്ങലെയാവാം, അല്ലെങ്കിൽ ജയിലാകാം, അല്ലെങ്കിൽ അവരെ കാശാപ്പി ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസം നമുക്കില്ല. പക്ഷേ അങ്ങനെ അല്ലാത്ത നിരവധി പൗരന്മാർ, ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഗുജറാത്തിൽ നിന്ന് കുടിയേറിയ ആളുകളാണ്, പഞ്ചാബിൽ നിന്ന് കുടിയേറിയ ആളുകളാണ്, ഈ കഴിഞ്ഞ ദിവസം വന്ന ആൾ. ഇനി അവിടെ നിന്നൊക്കെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അവരൊക്കെ പല പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം മിക്കവാറും ഈ അനധികൃതമായിട്ടുള്ള ലിസ്റ്റിലാകപ്പെടുന്നത്. പല കാരണങ്ങൾ, ചിലപ്പോൾ പാസ്പോർട്ടിൻ്റെ ഡേറ്റ്, ആ ഡേറ്റിന് മുന്നേ അത് അവർക്ക് പുതുക്കാൻ കഴിയാതെ പോകുക, വിസ ശരിയാക്കുന്നതിൽ പ്രശ്നങ്ങൾ വരിക, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഉപജീവനത്തിന് അമേരിക്കയിലെത്തിയ കുറേയധികം ആളുകൾ കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് അനധികൃതരായിട്ട് മാറി തീർന്നിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ആളുകളുണ്ട് അതിൻ്റെ അകത്ത്, അതാണ് പ്രശ്നം. അതല്ലാണ്ട് ഈ നമ്മളുടെ 17,000-ലധികം വരുന്ന ആളുകൾ അങ്ങനെയുള്ളവരാണ്. അതിൽ കുറച്ച് ആളുകൾ, വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന കുറ്റത്തിനനുസരിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കുക. അതല്ലാതെ മറ്റ് കാരണങ്ങൾ കൊണ്ട് അനധികൃത കുടിയേറ്റക്കാരായി മാറിയവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും അവരെ ഇന്ത്യയിലേക്ക് വിടുകയും ചെയ്യുക. പക്ഷേ ആ സമയത്ത് അവരെ കൈച്ചങ്ങലയൊക്കെ ഇട്ട് കൊടും കുറ്റവാളികളെന്ന നിലക്ക് കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അത് മനുഷ്യാവകാശ ലംഘനം തന്നെയായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്.
ട്രംപ് ചെയ്തു എന്ന് പറഞ്ഞാൽ ട്രംപിന് മോദിയുടെ സുഹൃത്താണ് ട്രംപ് എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളെയും നമ്മൾ എന്തിനായിരുന്നു ന്യായീകരിക്കണം എന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. പക്ഷേ ഭാഷ അങ്ങനെ പറയുന്ന സമയത്തും കൂടെ വേറൊരു പ്രശ്നമുള്ളത്, ഈ ഒരുപാട് അതായത് ഇപ്പം ഹമാസുമായി ബന്ധപ്പെട്ട് ഹമാസ് അനുകൂലമായ മുദ്രാവാക്യം വിളിച്ച ആളുകളാണ് ഈ അമേരിക്കയിലെ ചില വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അല്ല, അവരെ പിടിച്ച് ജയിലിലിട്ടെ, അല്ലെങ്കിൽ അവരെ, ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ നിയമം അനുസരിക്കുന്ന തലത്തിൽ വലിയ ശിക്ഷ കൊടുക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അവരെയും അങ്ങനെ അല്ലാത്തവരെയും തമ്മിൽ ഒരുമിച്ച് ചേർത്ത് ഒരു നുഖത്തിൽ കെട്ടുന്നതാണ് തെറ്റെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെ അവർ പറയുന്ന ന്യായമുണ്ട്. ആ പറയുന്ന ന്യായം എന്ന് പറയുന്നത്, ഈ ഒരു വിമാനത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഈ പറഞ്ഞ ആളുകളെല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പറഞ്ഞ ഈ ഹമാസ് അനുകൂല മുദ്രാവാക്യം വിളിച്ചവരും പാസ്പോർട്ടിൻ്റെ പ്രശ്നമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരെ ഈ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ അതിൽ നിന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു ആക്രമണം നടത്തുകയോ ഈ പറയുന്ന പരസ്പരം എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ മറുപടികൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ആ ഒരു സുരക്ഷാ മാർഗദർശനം മുൻനിർത്തിയാണ് ഇവരെ കൈകാലുകൾ ബന്ധിച്ചത് എന്നാണ് പറയുന്നത്. അതിലൊരു ന്യായമില്ലേ? അല്ല, അതിന് ന്യായമുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ തീവ്രവാദികൾ ചെയ്യുന്നതായിട്ടുള്ള തെമ്മാടിത്തരത്തിനും പോക്കൃത്തരത്തിനും മനുഷ്യവിരുദ്ധ പ്രവർത്തനത്തിനും അതൊന്നും ചെയ്യാത്തതായിട്ടുള്ള സൗമ്യരായിട്ടുള്ള മനുഷ്യർ വില കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെയാണ് പ്രശ്നം. സുരക്ഷിതത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ബാച്ച്, 17,000 പേരാണല്ലോ ഇവിടെ ഉള്ളത്, കുറച്ചൊന്നും അല്ലല്ലോ. അപ്പോൾ ഇവരുടെ മാത്രം ബാച്ചിനെ കൊണ്ടുവന്ന് അവരെ കഴിച്ചങ്ങനെയിട്ട് ഹമാസുകാർ അതേപോലെ തന്നെ അമേരിക്കയിൽ ചെന്നിട്ട് അമേരിക്കയ്ക്ക് എതിരെ മുദ്രാവാക്യം വിളിക്കുകയോ പ്രകടനം നടത്തുകയോ ചെയ്യുന്ന ആൾക്കാരെ ഒന്നും നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളൊന്നും നമ്മൾ ന്യായീകരിക്കരുത്. ഒരു രാജ്യത്തും ആരും ന്യായീകരിക്കാൻ പാടില്ല. എന്തിനാണ് ഇവന്മാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്? മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ ഉപജീവനത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും വേണ്ടിയാണ് എങ്കിൽ അവനെന്തിനാണ് മുദ്രാവാക്യം വിളിക്കാൻ പോണത്? അവനെന്താണ് അക്രമത്തിന് പോകുന്നത്? അപ്പോൾ അങ്ങനെ അക്രമികളായ ആളുകളെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. അവരെ കൈച്ചങ്ങനെ വെച്ചോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന അതിനപ്പുറത്തുള്ള തീവ്രമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കാവുന്നതാണ്. അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത കുറേ ആളുകൾ ആ കൂട്ടത്തിലുണ്ടല്ലോ, അവരെ പരിഗണിക്കേണ്ടതാണല്ലോ ശരിക്കും. അവരെ വേർതിരിച്ച് വേറൊരു കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്നാണ്. അത് അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല, സുരക്ഷിതത്വത്തിന്റെ പ്രശ്നം പിന്നെ ഉണ്ടാവില്ല. ഇവരെ വേർതിരിക്കാനും ബുദ്ധിമുട്ടില്ല, അവർക്ക് കൃത്യമായിട്ട് രേഖകളുള്ളതാണല്ലോ. ഇവന് എന്നെ ചെയ്തിട്ടാണ് ഇവന് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് രേഖ അവരുടെ അടുത്തുണ്ട്. അത് അമേരിക്കയുടെ അടുത്ത് രേഖയില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇന്ത്യയിലാണെങ്കിൽ വേണമെങ്കിൽ നമുക്കതൊക്കെ പറയാം. നമ്മളുടെ രീതികൾ അതാ എൻ്റെ പേരിൽ. മറ്റൊരിടത്ത് അങ്ങനെയല്ല, വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും രേഖകളുണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ തീരുമാനങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതൊരു മനുഷ്യാവകാശ ലംഘനമായിട്ടും ഇന്ത്യക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന പ്രവൃത്തിയായിട്ടും കാണേണ്ടി വരുന്നു. പക്ഷേ ഇത് ഇന്ത്യയിലേക്ക് മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിലേക്കും ഈ മൈഗ്രേറ്റ് ചെയ്ത അനധികൃതമായി മൈഗ്രേറ്റ് ചെയ്ത ആളുകളെ തിരിച്ചയക്കുന്നുണ്ട്. ഇതിലിപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മോദി മൈ ഫ്രണ്ട് എന്ന് അഭിസംബോധന ചെയ്തു. പക്ഷെ മോദി അങ്ങനെ അഭിസംബോധന ചെയ്തു എന്ന് കരുതിയത് കൊണ്ട് അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ ഒരു ആഭ്യന്തര താല്പര്യവും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട താല്പര്യം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഇതിനെല്ലാം മോദി ഉത്തരം പറയണമെന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. മോദി ഉത്തരം പറയണ്ട, മോദി ഉത്തരം പറയലല്ല, നമ്മളതിനെ ന്യായീകരിക്കാൻ പാടില്ല. മോദിയുടെ ഫ്രണ്ടാണ് ട്രംപ് എന്ന് പറഞ്ഞാൽ ട്രംപ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ന്യായീകരണം നമ്മൾ കൊടുക്കുന്നതിൽ കഥയില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇതിലുള്ള മനുഷ്യാവകാശ ലംഘനം കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ പല രാജ്യങ്ങളും അതിനെ എതിർത്തിട്ടുണ്ടല്ലോ. ബ്രസീൽ എതിർത്തിട്ടില്ലേ? മനസ്സിലായി. ചില രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറ്റി അയച്ചവരെ അവരുടെ രാജ്യത്ത് ഇറക്കാൻ പറ്റില്ല, തിരിച്ചുകൊണ്ടുപോകാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നടക്കും. നമ്മളനങ്ങുന്നില്ല, നമ്മൾ അവരെന്താണ് ചെയ്യുന്നത് അങ്ങനെ കേട്ടുകൊണ്ട്. അങ്ങനെ നമ്മൾ ആരുടെ മുമ്പിലും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയെക്കുറിച്ച് നമ്മൾ വലിയ തോതിൽ, അത് മോദിയുടെ അനുകൂലികൾ തന്നെ ഇന്ത്യയെക്കുറിച്ച് ഭാരതത്തെക്കുറിച്ച് വലിയ അഭിമാനമുള്ള ആളുകളാണ്. അപ്പോൾ ആ ഭാരതത്തിൽ ഒരു ഭാഗം ആളുകൾ ഹമാസും അതുപോലെ മുസ്ലിം തീവ്രവാദികളെയും എന്ത് ചെയ്താലും ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല. അതല്ലാത്ത എത്ര ഗുജറാത്തികൾ അതിനകത്തുണ്ട്, എത്ര പഞ്ചാബുകാരുണ്ട്. അവരെന്തിനാ കൈകലങ്ങ് വെക്കുന്നത്? അതാണ് ചോദ്യം. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവർ ഇന്ത്യക്കാർ എന്ന നിലക്കാരും പരിഗണിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല, അപ്പോൾ നമ്മൾ പ്രതിഷേധിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രതിഷേധിക്കുന്നത്. അതല്ലാണ്ട് ഈ തീവ്രവാദികളെ, മുസ്ലിം തീവ്രവാദികളെ, ഹമാസിൻ്റെ അനുയായികളെ, അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരെ കൈച്ചങ്ങലയിടുക, എന്തു വേണമെങ്കിലും ചെയ്യാം, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അതല്ലാത്തതായ കുറേയധികം ആളുകൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ പക്ഷേ അങ്ങനെ കൈവിലങ്ങിട്ട് കൊണ്ടുവരാൻ പാടില്ലാത്തതാണ് എന്നുള്ള അഭിപ്രായത്തിൽ ഒരു തർക്കവുമില്ല. എന്നെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. മോദിയുടെ അനുകൂലികളായിട്ടുള്ള ആളുകളും എന്നെ ന്യായീകരിക്കേണ്ടതില്ല, ആരും ന്യായീകരിക്കേണ്ട കാര്യമില്ല. അതൊരു മനുഷ്യാവകാശ ലംഘന പ്രശ്നം തന്നെയായിട്ട് പരിഗണിക്കപ്പെടണം. ഇന്ത്യ അതിനെതിരെ ശബ്ദിക്കേണ്ടതുമാണ് എന്നാണ് മാഷിൻ്റെ അഭിപ്രായം. അതെ.